സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി ചുങ്കം അമേരിക്ക പ്രഖ്യാപിച്ചു. ട്രംപ് നിരന്തരം ഗോൾ പോസ്റ്റ് മാറുന്നുവെന്ന് കാനഡ പരാതിപ്പെടുന്നു. മാത്രമല്ല, ട്രംപിൻ്റെ ഈ വരവ് ഒരു ഒന്നൊന്നര വരവാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത്. ബാക്ക് ടു പി ജെയിംസ്. ഗുഡ് മോർണിംഗ് അഗെയിൻ. യഥാർത്ഥത്തിൽ ഈ ട്രംപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ? ഈ ട്രംപിന്റെ പോക്ക് കണ്ടിട്ട് ഈ നമ്മൾ നിരന്തരമായി കാണുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്രം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന, തകർക്കുന്ന ഒരു നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക മാത്രമാണ് ഈ പ്ലാനറ്റിൽ, ഈ ഭൂമിയിലുള്ളൂ എന്നുള്ള തരത്തിലുള്ള പെരുമാറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ചങ്ങലായിട്ട് ആൾക്കാരെ, കുടിയേറ്റക്കാരെ വിട്ടതിനെ ചൊല്ലി വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ത്യ ആശങ്ക അറിയിച്ചു. മെക്സിക്കോ, പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും, മെക്സിക്കോ അടക്കം പല രാജ്യങ്ങളും വലിയ പ്രതിഷേധം അറിയിച്ചു. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ബ്രസീലിലും കൊളംബിയയിലും ചെന്നപ്പോൾ കൊളംബിയ അവിടുന്ന് തിരിച്ചയച്ചു വിമാനം. ബ്രസീൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചു. ലുല ഡിസിൽവ അവിടുത്തെ പ്രസിഡന്റ്. ഈ രീതിയിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്കെതിരെ തിരിയുന്നു. അതിനിടയിലാണ് ഇറക്കുമതി ചുങ്കം 25% അലൂമിനിയത്തിനും സ്റ്റീലിനും എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പാണ് മൊത്തത്തിൽ 25% കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ പ്രഖ്യാപിച്ചത്. പ്രതിഷേധം വന്നപ്പോൾ അത് ഒരു മാസത്തേക്ക് പിൻവലിച്ചു. ഈ തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിലാണ് ട്രംപ് ഈ ഗോൾ പോസ്റ്റ് നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് കാനഡ, അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ്, കാനഡ ആരോപിച്ചിരിക്കുന്നു. മെക്സിക്കോ എതിരായിട്ട് വരുന്നു. എന്നാലും പക്ഷേ ട്രംപ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഗസയിൽ താൻ വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഗസ ഞങ്ങൾ ഏറ്റെടുക്കും, അവിടുന്ന് പലസ്തീനികളൊക്കെ പൊയ്ക്കോളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉറച്ച നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, സന്തോഷ് ബേബി സ്നേഹം കൊണ്ട് പറയുന്ന കേട്ടോ ജെയിംസ്. ഒരു സംശയമാണ് പി കാണുമ്പോൾ, ഈ ജെയിംസ് സാറിൻ്റെ മീശ ഒറിജിനലാണോ? ആളുകളുടെ ഒരു കാര്യം ചെയ്യൂ, ആ ബേബിയോട് ഇങ്ങോട്ട് വരാൻ പറയും, ഞങ്ങൾക്ക് ഒറിജിനലാണെന്ന് പരിശോധിക്കാം. മാത്രമല്ല, ഇതേ മുൻ ജന്മത്തിൽ വല്ല മീശ ഉൽപ്പന്നക്കാരനല്ലോ ആയിരുന്നു എന്ന് എൻ്റെ സംശയം. അല്ല, മീശ നല്ലതായി പോയത് എൻ്റെ കുറ്റമാണോ? ഓക്കെ, അപ്പോൾ പി കൊള്ളാം, മീശയൊക്കെ കൊള്ളാം. പി അത് പിരിച്ചു തന്നെ വെച്ചൊരു അന്താരാഷ്ട്ര വാർത്തയല്ലേ പറയുന്നത്. അപ്പോൾ താങ്ക് യു ജെയിംസ്. ഇനി വിദേശ വാർത്ത നാളെ ഇതേ സമയം